നമസ്കാരം, ഞാൻ ഡോക്ടർ നിമിഷ. ഞാൻ സംസാരിക്കാൻ പോണത് കർക്കിടക കഞ്ഞിയെക്കുറിച്ചാണ്. ഉലുവ കഞ്ഞി, മരുന്ന് കഞ്ഞി എന്നൊക്കെ ഇത് അറിയപ്പെടുന്നു. പണ്ട് കാലം മുതൽക്ക് തന്നെ നമ്മളെല്ലാവരും കേട്ടിട്ടുള്ള ഒരു പദമാണിത്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, കർക്കിടക മാസത്തിൽ നമ്മുടെ എല്ലാവരുടെയും ദഹനശേഷി നന്നായിട്ട് കുറയുന്ന ഒരു സമയമാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ശരീരബലം കുറവായിരിക്കും, നമ്മുടെ പ്രതിരോധ ശക്തി കുറവായിരിക്കും, നമുക്ക് അസുഖം വരാനുള്ള ചാൻസ് കൂടുതലായിരിക്കും, പ്രത്യേകിച്ച് മഴക്കാലം കൂടി ആയതുകൊണ്ട്. അപ്പം ഈ ഒരു സിറ്റുവേഷനിൽ നമുക്ക് കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഔഷധമായിട്ട് ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ള ഒരു ആഹാരമാണ് കർക്കിടക കഞ്ഞി എന്ന് പറയുന്നത്. ഇതിന് മെയിനായിട്ട് ഇൻഗ്രീഡിയൻസ് വരുന്നത് ഉലുവ, ആശാളി, ജീരകം, കരിഞ്ജീരകം, പെരിഞ്ജീരകം, പിന്നെ ദഹനശേഷി വർദ്ധിപ്പിക്കാൻ വേണ്ടി ചുക്ക്, തിപ്പല്ലി, കുരുമുളക്, ഇങ്ങനെയുള്ള ഇൻഗ്രീഡിയൻസ്. പിന്നെ നമ്മുടെ ഹെൽത്ത് ബൂസ്റ്റപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറുന്തോട്ടിയുടെ വേര് പൊടിച്ചത്, ദശമൂലം പൊടിച്ചത്, അങ്ങനെയുള്ള കുറച്ച് ഇൻഗ്രീഡിയൻസ് ആണ് മെയിനായിട്ട് നമ്മളിതിൽ ഉപയോഗിക്കുന്നത്. കൂടാതെ ഞവര അരി, ചെറുപയർ മുളപ്പിച്ചത്, വൻപയർ മുളപ്പിച്ചത്, അങ്ങനെ കുറച്ച് പ്രോട്ടീൻ സപ്പോർട്ട്സും കൂടി ഇതിൽ വരുന്നുണ്ട്. ഇത് തേങ്ങാപ്പാലൊക്കെ കൂട്ടിയിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ഇത് സാധാരണയായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഒരു 7 days to 30 days നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് കഴിക്കാൻ പറ്റും. പിന്നെ കുഞ്ഞുങ്ങൾ, ഒരു 10 വയസ്സുള്ള കുട്ടികൾ മുതലാണ് ഇത് കഴിക്കുന്നത് നല്ലത്. ഇതിൻ്റെ ഒരു സമയം എന്ന് പറയുന്നത് രാവിലെ പ്രഭാതത്തിൽ വെറും വയറ്റിൽ കഴിക്കാൻ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു സമയം. കൂടാതെ രാവിലെ കഴിക്കാൻ പറ്റാത്തവർക്ക് ഡിന്നറായിട്ടും ഇത് ഉപയോഗിക്കാം. ഇത് ശരിക്കും നമ്മളുടെ സ്വസ്ഥനായിരിക്കുന്ന ഒരാൾക്ക് അവരുടെ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനും, അതുപോലെ തന്നെ അസുഖമുള്ളവർക്ക് അവരുടെ ലക്ഷണങ്ങളൊക്കെ ശമിപ്പിച്ച് അവരെ ആരോഗ്യവാനാക്കി തീർക്കാനും ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു സപ്പോർട്ടിങ് ഔഷധക്കൂട്ടാണിത്. അപ്പോൾ നമുക്ക് ഈ കർക്കിടക മാസത്തിൽ അസുഖങ്ങളെ മാറ്റി നിർത്തി ഹെൽത്തി ആയിട്ടിരിക്കാൻ വേണ്ടി കർക്കിടക കഞ്ഞി ഏറ്റവും അധികം ഉപകാരപ്രദമാകും. അപ്പോൾ നിങ്ങൾക്കും ഇത് നിങ്ങളുടെ ഒരു ദൈനംദിന ജീവിതത്തിൽ ഈ കർക്കിടക മാസത്തിൽ ഉപയോഗിക്കാവുന്നതാണ്.